ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഇൻകം ടാക്സിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളം 12,75,000 രൂപയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് യാതൊരുവിധ ടാക്സും, അതായത് സീറോ ടാക്സ് ആണ് നിങ്ങൾക്ക് ഇനി കൊടുക്കേണ്ടി വരിക. ജസ്റ്റ് ഒരു നിൽ റിട്ടേൺ ഫയൽ ചെയ്ത് നിങ്ങളുടെ ആ ഒരു വർഷത്തെ ടാക്സ് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കാൽക്കുലേഷനും ഇനി നിങ്ങളുടെ ശമ്പളം 12,76,000 രൂപയാണ്. അതായത് ഒരു 1,000 രൂപ, 75,000 പകരം ഒരു 1,000 രൂപ കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാൽക്കുലേഷൻസിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലിയർ ടാക്സിൻ്റെ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ നിങ്ങൾ നോക്കുക, 12,75,000 ആണല്ലോ ഞാൻ പറഞ്ഞത്. 12,75,000 രൂപയാണ് നിങ്ങളുടെ സാലറി എന്ന് വെച്ചാൽ. ഇനി ഇത് ന്യൂ ഇൻകം ടാക്സ് ഇതിൽ വരുന്ന ആളുകൾക്കാണ്. ഇപ്പം നമുക്കിപ്പോൾ രണ്ട് ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ന്യൂ ഇൻകം ടാക്സ് സെലക്ട് ചെയ്ത ആളുകൾക്കാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം ഈ പറഞ്ഞ ഈ 12,75,000 ഡിഡക്ഷനും അതുപോലെ തന്നെ പുതിയ സ്ലാബുകളൊക്കെ വരുന്നത് പുതിയ ഇൻകം ടാക്സ് സെഗ്മെന്റിൽ വരുന്ന ആളുകൾക്കാണ്. നിങ്ങൾ പഴയ ഇതിലാണെങ്കിൽ ഇന്നലെ, അതായത് ഇന്നലെ അവതരിപ്പിച്ച ഫെബ്രുവരി 1 അവതരിപ്പിച്ച ബഡ്ജറ്റിലെ യാതൊരുവിധ ഇൻകം ടാക്സ് റൂൾസും നിങ്ങൾക്ക് ബാധകമാവുന്നില്ല. അപ്പോൾ പുതിയ ഇൻകം ടാക്സ് റൂൾസ് അല്ലെങ്കിൽ പുതിയ സ്ലാബ്, ഈ 12,75,000 ഡിഡക്ഷൻ അതെല്ലാം വേണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പുതിയ സെഗ്മെന്റിലേക്ക് മാറേണ്ടതാണ്. അപ്പോൾ 12,75,000 ആണ്. അപ്പോൾ പുതിയതായ കാരണം നമുക്ക് ഇവിടെ യാതൊരുവിധ ഡിഡക്ഷനും നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുത്ത് ഇവിടെയും നമുക്ക് യാതൊരുവിധ ഡിഡക്ഷൻസ് ഒന്നും കിട്ടില്ല. ഇതിലാകെപ്പാട് നമുക്ക് കിട്ടുന്നത് 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് കിട്ടുക. അപ്പോൾ ഈ 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിച്ച് നിങ്ങളുടെ ഇൻകം 12,75,000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ട ടാക്സ് വെറും സീറോ. അതായത് നിങ്ങൾ യാതൊരുവിധ ടാക്സും അടയ്ക്കേണ്ടതായിട്ടില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ ഏകദേശം, അതായത് നിങ്ങൾ പഴയ ഒരു ഇതിലാണെങ്കിൽ, നിങ്ങൾ ഈ ബഡ്ജറ്റിന് മുമ്പാണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് ഏകദേശം 82,000 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരിക. ഇനി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം, ഈ ഒരു ആള് ഇപ്പം ഒരു 1,000 രൂപയുടെ അടുത്തെങ്കിലും ഇയാൾക്ക് കൂടുതലാണ് വരുന്നത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ വരുമ്പോൾ എന്താ ഉണ്ടാവുക നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ 12,75,000 ആണ്. അപ്പോൾ എന്തോ ഒരു നിർഭാഗ്യവശാൽ ഇയാൾക്ക് 12,76,000 ആയി നിൽക്കുക. ഓക്കെ, വെറും 1,000 രൂപയുടെ വർധനവാണ് അയാൾക്ക് ഉണ്ടായത്. അപ്പോൾ അയാൾക്ക് എത്ര രൂപ ടാക്സ് കൊടുക്കേണ്ടി വരും നോക്കാം. അയാൾക്ക് 1,000 രൂപ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ഈ ഒരു 1,000 രൂപയുടെ വർധനവുള്ളൂ, പക്ഷെ 1,040 രൂപ അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടിയും എക്സ്ട്രാ എമൗണ്ട് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത് വരും. അപ്പോൾ ഇത് ആക്ച്വലി വളരെ വലിയൊരു ചേഞ്ചാണ് ഇപ്പം ഈ ഒരു ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ 12 ലക്ഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആണ്. ഒരുപാട് ആളുകൾക്ക്, ഒരുവിധം 90% ഇന്ത്യയിലെ ആളുകൾക്കും, വളരെ സാലറീഡ് ആയ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണിത് ആക്ച്വലി. അപ്പം എല്ലാവർക്കും, അതിപ്പോൾ 1,00,000 രൂപ വരെ തന്നെ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കാതെ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെലവ് കൂട്ടുക എന്നാണ്. ചെലവ് കൂട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങൾ ചെലവഴിക്കുന്ന എമൗണ്ട് കൂട്ടണം. മാർക്കറ്റിൽ കൂടുതൽ പൈസ വരിക എന്നൊരു കൺസെപ്റ്റ് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെലവഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ എക്കണോമി വലുതാക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ടാവും. അത് മാത്രമല്ല, ഇലക്ഷൻസ് വരുന്നുണ്ട്, പല സ്റ്റേറ്റ്സിലെ ഇലക്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വളരെ വലിയൊരു ജനപ്രിയമായുള്ള ഒരു നടപടിയാണ്. കാരണം എല്ലാ പ്രാവശ്യവും സ്ലാബ് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു ഒരു 10 lakhs വരെ ആളുകൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ഇന്നലത്തെ പ്രഖ്യാപനത്തിൽ അവർ തന്നിരിക്കുന്നത് 12,75,000 ആണ്. അപ്പോൾ അത് വളരെ വലിയൊരു ചേഞ്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പുതിയ സെക്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീറോ ടാക്സ് ആണ് വരിക. അതായത് 12,75,000 രൂപയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾക്ക് സീറോ ടാക്സ്. അപ്പോൾ ഈ 75,000 മുകളിലുള്ള എല്ലാ വരുമാനത്തിനും നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ഓരോ സ്ലാബുകൾ ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ എമൗണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 25 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് 25 lakhs സാലറി ഉള്ള ആളാണെങ്കിൽ എത്ര വരും നോക്കാം. ഓക്കെ, ഇതിൽ വന്നു. ഓക്കെ, ഏകദേശം 3,19,800 രൂപ നിങ്ങൾ ടാക്സ് അടയ്ക്കണം.
ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്ലാബ്സ് ഉണ്ടെന്ന്, അതായത് നിങ്ങളുടെ ശമ്പളം 12,75,000 അല്ല, അതിന് മുകളിലാണ്. അപ്പോൾ 12,70,000 മുകളിലാണെങ്കിൽ ഇത് ടാക്സ് കാൽക്കുലേഷൻ എങ്ങനെ വരുത്തുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ എല്ലാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12,70,000 മുകളിലാണെങ്കിൽ പിന്നെ ഒരു ഓരോ സ്ലാബിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ശമ്പളം 20 ലക്ഷം ആണെന്നെങ്കിൽ ഈ ഒരു സ്ലാബ് അനുസരിച്ച് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അതായത് 0 to 4 lakh വരെയുള്ള എമൗണ്ടിന് നിങ്ങൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. 4 to 8 lakhs വരെയുള്ള എമൗണ്ട് നിങ്ങൾ 5% ടാക്സ് കൊടുക്കേണ്ടി വരും. 8 to 12 lakhs വരെയുള്ള എമൗണ്ടിന് 10% ടാക്സ് കൊടുക്കേണ്ടി വരും. 12 to 16 lakh വരെയുള്ള എമൗണ്ടിന് 15% ടാക്സ് കൊടുക്കേണ്ടി വരും. 16 to 20 lakhs വരെയുള്ള എമൗണ്ടിന് 20% ടാക്സ് കൊടുക്കേണ്ടി വരും. 20 to 24 വരെയുള്ള ആ ഒരു സ്ലാബിൽ ഏകദേശം നിങ്ങൾ 25% ടാക്സ് കൊടുക്കേണ്ടി വരും. 24 ലക്ഷം 24 lakhsന് മുകളിലാണെങ്കിൽ നിങ്ങൾ 30% ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ 12,70,000 വരെയുള്ള ആളുകൾക്ക് 0 ടാക്സ് ആണ്. പക്ഷെ നിങ്ങളുടെ എമൗണ്ട് സാലറി ഒരു 20 ലക്ഷം അല്ലെങ്കിൽ എത്ര 12,70,000 മുകളിൽ പോകുന്ന ആ ഒരു മൊമെന്റിൽ നിങ്ങൾ ഈ ഒരു സ്ലാബിൽ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ ന്യൂ ഇൻകം ടാക്സ് ആ ഒരു സെഗ്മെന്റ് വളരെ അട്രാക്റ്റീവ് ആണ്. ഒരുപാട് ആളുകൾ ന്യൂ ഇൻകം ടാക്സ് സെഗ്മെന്റിലേക്ക് മാറും. നിങ്ങൾക്ക് ഒരു എങ്ങനെ ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ന്യൂ ഇൻകം ടാക്സ് സെഗ്മെന്റ് വളരെ അട്രാക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഒരു ഇൻകം ഇട്ടിട്ട് ന്യൂയിലും ഓൾഡിലും ഇട്ട് നോക്കാം. അപ്പോൾ അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നോക്കി നോക്കാം. ഇപ്പം ഈ ഒരു കേസിൽ 25 ലക്ഷം ഇൻകം ഉള്ള ആള് അയാൾക്ക് അടയ്ക്കേണ്ട ടാക്സ് 3,19,000 രൂപയാണ്. ഓക്കെ, ഇത് ന്യൂയിലാണ്. ഇത് നമുക്ക് ഓൾഡിൽ ഇട്ട് നോക്കാം. ഓൾഡിലാകുമ്പോൾ കണ്ടില്ലേ, ഓൾഡിലാകുമ്പോൾ 5,69,000 രൂപ ഓൾഡിൽ അടയ്ക്കണം. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ ഇത് ഫില്ല് ചെയ്ത സമയത്ത് നമ്മൾ ഇയാൾക്ക് ഡിഡക്ഷൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഓൾഡ് ടാക്സ് എടുക്കുന്ന ആളുകളെല്ലാം എന്തെങ്കിലുമൊക്കെ 80Cയിലും 80Dയിലും അങ്ങനെ ഒരുവിധം ഡിഡക്ഷൻസ് ഉള്ള ആളുകളൊക്കെ ആയിരിക്കും ഓൾഡ് ഇത് എടുക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഒരു ഡിഡക്ഷൻസ് ഇട്ട് കൊടുത്തു വെക്കാം. ഇപ്പം ഒരു ഹോം ലോണിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഒരു 2 lakhs കിട്ടുന്ന ആളുകളുണ്ടായിരിക്കും. പിന്നെ നമുക്കൊരു 80Cയിലൊരു 1.5 lakhs നമുക്ക് മാക്സിമം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇൻഷുറൻസ് ഒരു 50,000, അതുപോലെ തന്നെ NPS ഒരു 50,000. ഈ ഒരു കേസസിലൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആ ഒരു കേസിൽ നോക്കുമ്പോഴും ഓൾഡിനകത്ത് 4,29,000 രൂപ നിങ്ങൾ അടയ്ക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരുവിധം മാക്സിമം ആണ്, ഒരു വിധം സാധാരണ ഒരു എംപ്ലോയിയുടെ മാക്സിമം ഡിഡക്ഷൻസ് ഇട്ടിട്ട്, അതായത് നിങ്ങളുടെ 80C ഫുള്ളാണ്, 80D ഫുള്ളാണ്, NPS ഫുള്ളാണ്, അതുപോലെ ഹോം ലോണിൻ്റെ ഒരു 2 lakhs ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് കൂടി നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സ് 4,29,000 ആണ് ഓൾഡ് സെഗ്മെൻറ്റിൽ വരുമ്പോൾ. പക്ഷെ ന്യൂയിൽ വരുമ്പോൾ അത് ഏകദേശം 3,19,000 ആണ്. അപ്പോൾ ന്യൂയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഈ ഇത്രയും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂയിലേക്ക് മാറാനാണ് ഇപ്പോൾ കൂടുതൽ നല്ല കാര്യം. കാരണം എന്ന് വെച്ചാണെങ്കിൽ ഈ ഒരു പുതിയൊരു 12,70,000 ഇത് മാത്രമല്ല, അത് കാരണം അത് നമ്മൾ ഓൾറെഡി മുകളിലുള്ള ആളുകൾക്ക് അത്ര വലിയൊരു എഫക്റ്റ് വരുന്നില്ല. പക്ഷെ അവർ സ്ലാബിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ലാബ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ ന്യൂ ഇൻകം ടാക്സ് ഒരു കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എവിടെയാണ് നിങ്ങൾക്ക് ലാഭം തോന്നുന്നത് വെച്ചാൽ അതിൽ സ്റ്റിക്ക് ചെയ്യാം. അപ്പം ഒരു ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എംപ്ലോയറിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നോക്കാൻ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു തീരുമാനം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം വളരെ നല്ലൊരു കാര്യമായിരുന്നു. കാരണം ഒരുപാട് ആളുകൾക്ക് ടാക്സ് ഇപ്പോൾ 0 ടാക്സിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 80-90% ആളുകൾ 0 ടാക്സിലേക്ക് വരും. ടാക്സ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ ഇൻകം ടാക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു 1,00,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് 1,00,000 രൂപ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ, ടേക്ക് ഹോം സാലറി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും വിത്തൗട്ട് ടാക്സ്. അപ്പോൾ അത് വളരെ വലിയൊരു മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്കതിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് തരണമെങ്കിലും അതിൽ ആഡ് ചെയ്താൽ മതി. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കമൻ്റായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.